കൊടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് കൊടുക്കുമെന്നാണ് ഞാൻ ഉത്തരം നൽകിയത്. അത് മുറുക്കിയും അയച്ചുമായിട്ടാണ് ഇ ഡിയുടെ പ്രവർത്തനം. ചില സമയത്ത് അന്വേഷണം വേഗത്തിലാക്കുന്നു, ചില സമയം അത് പതുക്കെയാക്കുന്നു. ഇന്നിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയുടെ തലക്കെട്ട് ആപ്പ് ലാസ്റ്റ് മന്ത് CPM now. ED is set to list another political party as accused എന്നുള്ളതാണ്. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ കരുവന്നൂർ ചർച്ചയായിരിക്കുകയാണ്. പക്ഷേ ഇതിൽ രണ്ട് ഘടകങ്ങളുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ പ്രാഥമികമായ CPM-ന് ഇത് തിരിച്ചടിയാണ്. ഇത് സാധാരണക്കാരെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇവിടെ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഒരിടയ്ക്ക് ഈ കരുവന്നൂർ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ മുഴുവൻ സാധാരണക്കാരാണ് പ്രതികരിക്കുന്നത്. അവരുടെ പണം തട്ടിപ്പിച്ച കഥ, അവിടെ ബിനാമി പേരിൽ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോകുന്ന കഥ, ഒരു തരത്തിലും പണം നിക്ഷേപിച്ചിട്ടില്ലാത്തവർക്ക് നോട്ടീസ് വന്ന കഥ, ഇതൊക്കെ സംഭവിച്ച കാര്യമാണ്. ഇത് ഇപ്പോൾ BJP പാളയത്തിലേക്ക് പോയിരിക്കുന്ന ഭരണസമിതിയിലെ തന്നെ സുരേഷ് ആദ്യഘട്ടത്തിൽ പാർട്ടിയാണ് അറിയിക്കുന്നത്. പാർട്ടി ആ ഘട്ടത്തിൽ എന്ത് ചെയ്തു? അത് അന്വേഷിക്കാതെ വെച്ചു. പിന്നീട് അന്വേഷണത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇതിപ്പോൾ ക്രൈംബ്രാഞ്ചിലെ അന്വേഷണത്തിലേക്ക് പോകും തന്നെ സാധാരണക്കാരായ ഡയറക്ട് ബോർഡ് അംഗങ്ങളെ മാത്രമാണ് പ്രതി ചേർക്കുന്നത്. അപ്പോൾ ഇത് പാർട്ടിക്ക് കീഴിലുള്ള ഭരണസമിതിയാണ്, പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. ഇതിലൊരു അന്വേഷണ സമിതിയെ വെക്കുമ്പോൾ ആരാണോ ആരോപണ വിധേയന ആ ആരോപണ വിധേയനെ കൊണ്ട് തന്നെ അന്വേഷണം നടത്തുവാൻ ചുമതലപ്പെടുത്തുകയാണ്. PK ബിജുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ED ചോദ്യം ചെയ്യുന്നു PK ബിജുവിനെ, AC മൊയ്തീൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുന്നു. ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ ഒരു ഘട്ടം എത്തുമ്പോൾ അതിലേക്ക് പിന്നാക്കം പോകുന്നു. ഇപ്പോൾ ഒരുപാട് പേരുടെ കണ്ണീര് കണ്ട വിഷയത്തിൽ CPM എന്ത് നിലപാടെടുത്തിരിക്കുന്നു? ഇപ്പോഴും അതിന്മേലൊരു ന്യായം എന്നുള്ളത് വേട്ട എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ വേട്ട എന്ന വാക്ക് ഈ കേസിൽ നിലനിൽക്കില്ല. പല കാര്യങ്ങളിലും കേന്ദ്ര ഏജൻസികൾ വേട്ട നടത്തുന്നു. ഇപ്പോൾ കേജ്രിവാളിനെ കുടുക്കിയതുപോലെ കേജ്രിവാളും അത് പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് പിണറായി, അത് കഴിഞ്ഞാൽ സ്റ്റാലിൻ എന്നൊക്കെ പറയുന്നുണ്ട്. കേജ്രിവാൾ അവിടെ നോക്കുമ്പോൾ അങ്ങനെയാണ് അത് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ സാധാരണക്കാർ കരയുകയും നിരാലംബരായ ആളുകളുടെ പ്രതികരണം വരികയും ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മറ്റൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുമ്പോൾ അതിൽ ആത്മാർത്ഥമായൊരു സമീപനം നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ടായിട്ടുണ്ടോ, നമ്മുടെ CPM പാർട്ടിക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ള. ഇപ്പോൾ 8 അക്കൗണ്ടുകളിലെ 60 ലക്ഷം രൂപയും പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ സ്ഥലവും കെട്ടിടവും കണ്ടുകെട്ടുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കള്ളപ്പണം ഉപയോഗിച്ച് സ്ഥലം വാങ്ങിയെന്നാണ് ED ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. രഹസ്യ അക്കൗണ്ടുകളിലെ കണക്ക് ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ് EDക്ക് മുന്നിലുള്ള തെളിവ്. ഇപ്പോൾ തെളിവില്ല എന്ന് പറയുമ്പോൾ ഇതാണ് ED പറയുന്ന പ്രധാനപ്പെട്ട തെളിവ്. 3ാം ഘട്ട സ്വത്ത് കണ്ടുകെട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. 3ാം ഘട്ടത്തിൽ 29 കോടിയുടെ കണ്ടുകെട്ടൽ നടന്നിരിക്കുന്നു. ഇതുവരെ 115 കോടിയുടെ സ്വത്തുകൾ ആകെ കണ്ടുകെട്ടി എന്നുള്ളതാണ് ED പറയുന്നത്. 117 EDയുടെ ഔദ്യോഗിക വെർഷൻ. ശരി, ED കോടതി അറിയിച്ചു. നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാൻ PMLA പ്രകാരം കഴിയുമെന്നാണ് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് ഏത് പ്രകാരമാണ് EDക്ക് നേരിട്ട് കൊടുക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം അവിടെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ED എങ്ങനെയാണ് നിക്ഷേപകർക്ക് നേരിട്ട് നൽകുക? അപ്പോൾ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന നിലയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇപ്പോൾ നേതാക്കൾക്കെതിരെ ഇപ്പോൾ MM വർഗീസിനെതിരെ നടപടി ഉണ്ടാകുന്നുണ്ട്. AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. പലപ്പോഴും അങ്ങനെയല്ല നമ്മൾ ഈ കേസുകളിലൊന്നും അന്വേഷണത്തിൻ്റെ പോക്ക് കണ്ടിട്ടുള്ളത്. 2022 ഓഗസ്റ്റ് 10 ED അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 1ാം ഘട്ട കുറ്റപത്രപ്രകാരം 55 പ്രതികൾ 90 കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തി. സംസ്ഥാനത്ത് 16,225 സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ 164 എണ്ണം നിക്ഷേപകർക്ക് തിരികെ പണം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ നേരത്തെ സഹകരണ സ്ഥാപനങ്ങൾ അധികവും അവരുടെ കീഴിലാണ്, ഇടതുപക്ഷം ഭരിക്കുന്നതാണ് കൂടുതലും. അല്ലാതെ BJP ഭരിക്കുന്നിടത്തും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്, ആ കണക്കുകളും പറയാം. പക്ഷേ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ തെളിവുകൾ മുന്നിൽ വരുമ്പോൾ, ആത്മഹത്യകൾ അടക്കമുള്ള സംഭവങ്ങൾ വരുമ്പോൾ, അത് ആ BJP ഭരിക്കുന്ന ഭരണസമിതിയിലും നടന്നിട്ടുണ്ടല്ലോ കൊള്ള എന്നൊരു മറുപടി കൊണ്ട് അത് മുന്നോട്ട് പോകാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ തന്നെ അതൊരു പാഠമായിട്ടുള്ള ഒരു കാര്യമാണ്. 272 സഹകരണ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം അപ്പുറത്ത് കേന്ദ്രം നടത്തുമ്പോൾ അതിനുള്ള വഴി ഇവിടെ തുറന്നു കൊടുക്കുന്നു എന്നുള്ള പ്രശ്നം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. മറ്റേത് മാത്രം അവർ ഇങ്ങോട്ട് വരുന്നത് മാത്രം ചർച്ച ചെയ്തു എന്നതുകൊണ്ടായിട്ടില്ല, ഇവിടെ നടക്കുന്ന ക്രമക്കേടുകളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതാണ് പൊതു സാഹചര്യം. അപ്പോൾ CPM എന്ന പാർട്ടിയെ തന്നെ പ്രതി ചേർക്കാൻ എന്ത് തെളിവാണ് ഉള്ളത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആ ചോദ്യം അവിടെ നിൽക്കുന്നു. ഇന്നിപ്പോൾ അനിൽ അക്കരയും ഒരു പുതിയ തെളിവുമായി പോയിരിക്കുന്നു. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന പണം എന്നുള്ളത് ഈ തട്ടിപ്പിലൂടെയുള്ള പണം ആണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ K. രാധാകൃഷ്ണൻ്റെ പേരാണ്. പണം കൈകാര്യം ചെയ്തത് രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണന് എതിരെ കേസെടുക്കണം എന്നടക്കമുള്ള പരാതിയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ അനിൽ അക്കര എന്ന നേതാവ് തന്നെ ഈ വിഷയത്തിൽ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ള അറിയാം. പക്ഷേ നേട്ടം കൊയ്തത് BJP-യാണ്. BJP ആ വിഷയത്തെ ഏത് രൂപത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉപയോഗിച്ചു? സുരേഷ് ഗോപി കരുവന്നൂർ വിഷയത്തിലൊക്കെ നടത്തിയ ജാഥയും പ്രതികരണവും ഇതിലൊക്കെ ചെയ്ത സഹായമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പാർട്ടി ഇതിൽ നിന്ന് എന്ത് പാഠം പഠിക്കുന്നു എന്നുള്ളതാണ്. ഈ വേട്ട എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കേസിൽ മാത്രം നിൽക്കുന്നില്ലല്ലോ, ഓരോ വിഷയങ്ങൾ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ CPM-മായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പാഠമാണ് പഠിക്കുന്നത്, എന്ത് തിരുത്തലുകളാണ് വരുത്തുന്നത് എന്നുള്ളത് ഈ വിഷയത്തിലും ബാധകമാണെന്നുള്ളതാണ് എൻ്റെ ടേക്ക്.
Meet the editors.